ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി കെയർ. ഇന്നത്തെ വീഡിയോ ഇതെന്താണെന്നായിരിക്കും ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത്. ഇത് പേരുമരമാണ്. പേരയിലാണ് ഈ കാണുന്നത്. ഹെയർ ലെങ്ത് കൂട്ടാനും മുടി പൊട്ടിപ്പോകുന്നതും മുടി കൊഴിയുന്നത് തടയാനും എങ്ങനെ പേരയില ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. മുടി വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് പേരയില. കൂടാതെ മുഖക്കുരു മാറാനും മുഖത്തെ കറുത്ത പാടുകൾ മാറാനും ഒക്കെ ഇവ സഹായിക്കും. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനിതിൽ നിന്നും 10 ഇലയാണ് പറിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പറിക്കുമ്പോൾ പൊടിയും പാറ്റയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് പറിച്ച ശേഷം നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 10 ഇലയാണ് എടുക്കുന്നത്. കുറച്ച് കൂടുതൽ ഇല എടുത്താലും കുഴപ്പമൊന്നുമില്ല. മുടിയുടെ ലെങ്ത് അനുസരിച്ച് എടുത്തോളൂ കേട്ടോ. അപ്പോൾ 10 ഇല ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. അതിനായി ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇലയൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച അതിൻ്റെ ഒരു എസൻസൊക്കെ ഒന്ന് ഇറങ്ങാനാണത് തിളപ്പിക്കാൻ വെക്കുന്നത്. അപ്പോൾ ആ ഇലയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നന്നായി വെള്ളം തെളിച്ചിട്ടുണ്ട്. ആ ഒരു സ്മെല്ല്, ഒരു പേരയ്ക്കയുടെ നല്ലൊരു സ്മെല്ലാണ് കിട്ടുന്നത്. ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ ഒരു ചേഞ്ചായി വന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇലയൊക്കെ ശരിക്കും ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് അടച്ച് വെക്കാം. ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ നോക്കാം. നമ്മുടെ പേരയില വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കളറിലാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ആ ഒരു എസൻസ് മുഴുവനായിട്ടും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഇലയൊക്കെ മാറ്റി ആ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. ഇല ഇനി ആവശ്യമില്ല. ആ ഒരു എസൻസ് മുഴുവൻ നമ്മൾക്ക് കിട്ടില്ല. ഇനിയിപ്പോൾ ഇലയുടെ ആവശ്യമില്ല. ഇനി ആ വെള്ളം നമ്മൾക്കൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കാം. അപ്പോൾ വെള്ളം ഞാൻ ഇതിലേക്ക് പകർത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുടിയിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് തണുത്ത ശേഷം ഉപയോഗിച്ചാൽ മതി എന്നാണ്. അതായത് ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് അങ്ങനെയും ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു തിളപ്പിച്ച ശേഷം ചൂടൊക്കെ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ചൂട് മുഴുവനായിട്ടും പോകില്ല. ആ സമയത്ത് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് എണ്ണയൊന്ന് ജസ്റ്റ് തലയിൽ തേക്കണം. അതായത് ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ തലയിൽ ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് തലയൊട്ടിയിലും മുടിയിലും എല്ലാവിടെയും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു 5-6 മിനിറ്റ് കഴിഞ്ഞ ശേഷം മുടി കഴുകിക്കളയാം. കഴുകിയിട്ട് മുടി കഴുകുമ്പോൾ നമ്മൾ സാധാ വെള്ളം ഒഴിച്ച് കഴുകുമല്ലോ, അതിന് ശേഷം ഇത് ഒഴിച്ച് കഴുകിയാലും അങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ അങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതാണ്. മുടി നല്ല ലെങ്ത്ത് വയ്ക്കാൻ സഹായിക്കും ഇവ. അതുകൂടാതെ എല്ലാ ഹെയറിനും നമ്മൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഡ്രൈ ഹെയർ ആണെങ്കിലും ഓയിലി ഹെയർ ആണെങ്കിലും പിന്നെ നോർമൽ ഹെയർ ആണെങ്കിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് ഈ പേരയില. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.